നാടൊട്ടുക്കുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കുമെന്നറിയാൻ കഷ്ടപ്പെട്ട് പരിശ്രമിക്കുമ്പോൾ പറഞ്ഞ പണി പോലും ചെയ്യാത്ത ചില ശുംഭന്മാർ പ്രകാശം പരത്തുന്നവരുണ്ട് KPCC-യിൽ. ഈ പറയുന്നതൊന്നും ഇവരുടെ തലയിലേക്കല്ലേ കയറുന്നതാവോ? അല്ല, അവരെ പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും പൊട്ടുമെന്നറിയാം. അപ്പൊ പിന്നെ കുറച്ച് അലസത കാണിച്ചാലും പ്രശ്നമില്ല. അങ്ങനെ ഒരു നിലപാടാണ് വാർഡ് കമ്മിറ്റി രൂപീകരണത്തിന്റെ കാര്യത്തിൽ DCC അധ്യക്ഷന്മാർ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC ഭാരവാഹി യോഗം ഈ ഉഴപ്പന്മാരെ പിടിച്ച് നന്നായിട്ടൊന്ന് കുടഞ്ഞിരുന്നു. എത്രയും വേഗം വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചില്ലെങ്കിൽ പണി പാളുമെന്ന് രൂക്ഷമായ ഭാഷയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. വയനാട്, പാലക്കാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ജില്ലാ അധ്യക്ഷന്മാർക്കാണ് പാർട്ടി നിർദ്ദേശം നൽകിയത്. വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം 80% പൂർത്തിയാക്കിയെന്നാണ് KPCC റിപ്പോർട്ട് പറയുന്നത്. കടൽമണൽ ഖനനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VT സതീശൻ നയിക്കുന്ന UDF-ന്റെ തീരദേശ യാത്രയ്ക്ക് പിന്നാലെ കോൺഗ്രസ് ഒറ്റയ്ക്ക് യാത്ര നടത്താനും പ്ലാനുണ്ട്. ഏപ്രിൽ വാഹനജാഥയായിട്ടാണ് സതീശൻ യാത്ര നടത്തുന്നതെങ്കിൽ മെയ്യിൽ കാൽനടയായാണ് കോൺഗ്രസിന്റെ യാത്ര. KPCC അധ്യക്ഷൻ K സുധാകരൻ ജാഥ ക്യാപ്റ്റൻ ആവുമെങ്കിലും TN പ്രതാപൻ, ഹൈബി ഈഡൻ, M വിൻസെന്റ്, T സിദ്ദീഖ് എന്നിവരുടെ കൂട്ടായ നേതൃത്വമായിരിക്കും ജാഥയെ നയിക്കുക എന്നതാണ് വിവരം. പാർട്ടിയുടെ ഉറച്ച കോട്ടയെന്ന് വിലയിരുത്തപ്പെടുന്ന തീരദേശ മേഖലയിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് അവരെ കോൺഗ്രസിനൊപ്പം നിർത്തുകയാണ് ജാഥയുടെ പ്രധാന ലക്ഷ്യം. നേതൃത്വമായി സ്ഥിരം കൊമ്പ് ഓർക്കുന്ന മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടായിരുന്ന ഐക്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് യോഗത്തിൽ പറയുകയുണ്ടായി. ഡൽഹി ചർച്ചയോടെ നല്ല സന്ദേശമാണ് താഴെത്തട്ടിലേക്ക് എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പുള്ളിക്ക് അതത്ര പിടിക്കുന്നില്ല എന്ന് തോന്നുന്നു. സാരമില്ല, ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, അപ്പൊ കാണാം ഈ ഐക്യം എത്രയുണ്ടെന്ന്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ശിവഗിരിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം KPCC-യിൽ ആഘോഷത്തിന് ചുവട് പിടിച്ച് മണ്ഡലം തലത്തിൽ പരിപാടികൾ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. സുധീരന്റെ 2 നിർദ്ദേശങ്ങളും യോഗം അംഗീകരിച്ചിരുന്നു. ഓഗസ്റ്റ് 9-ന് ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി മനുഷ്യചങ്ങല ചേർക്കാനാണ് തീരുമാനം. രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്ന് സാരം. അതേസമയം KPCC ഭാരവാഹികൾക്കായി സംഘടിപ്പിച്ച AI പരിശീലന ക്ലാസ്സിൽ മുൻനിരയിൽ തന്നെ ഇരുന്നു കൊണ്ട് ക്ലാസ് നയിച്ച അച്യുത് ശങ്കറിനോട് കൗതുകത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു സുധാകരൻ. AI-യുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, തൂക്കുകയും തുടക്കുകയും ദോശ ചുടുകയും ചെയ്യുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളൊക്കെ ഉണ്ടോ എന്നതായിരുന്നു പുള്ളിക്കാരന്റെ പ്രധാന സംശയങ്ങൾ. മുഖം നോക്കി മനസ്സിലിരിപ്പ് പറയുന്ന AI ക്യാമറ വന്നാൽ എന്താകും അവസ്ഥയെന്നായിരുന്നു പരിശീലന ക്ലാസ്സിലെ ഏറ്റവും വലിയ സംസാര വിഷയം. മുഖം നോക്കി LDF ആണോ UDF ആണോ എന്ന് പറയുന്ന ക്യാമറ വരുമോ? വോട്ട് ചെയ്യാമെന്ന് പറയുന്ന വീട്ടുകാർ ശരിക്കും വോട്ട് ചെയ്യുമോ എന്ന് വായിച്ചെടുക്കുന്ന ക്യാമറ വരുമോ എന്നൊക്കെയായി നേതാക്കളുടെ ചോദ്യങ്ങൾ. ഇങ്ങനെ ക്യാമറ വന്നാൽ അത് വലിയ ദുരന്തമാകുമെന്നായിരുന്നു നേതാക്കളുടെ അഭിപ്രായം. മനസ്സിനകത്ത് പോലും പ്രതിഷേധിക്കാൻ പറ്റാത്ത കാലം വരുമോ എന്നായിരുന്നു വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ ആശങ്ക. ഞങ്ങളുടെ സംശയം അതല്ല, മുഖം നോക്കി മനസ്സിലിരിപ്പ് പറയുന്ന AI കണ്ടുപിടിച്ചാൽ പിന്നെ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഉണ്ടാവുമോ എന്നതാണ്.